ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് തകർത്തുവിട്ടത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ഇന്ന് മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത്. നോസദോയ് ആദ്യ 11-ൽ ഇല്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. അവസാന സമയത്താണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറക്കുന്നത്. എന്നാൽ മത്സരത്തിനിടയ്ക്ക് ലൂണയും നോഹും തമ്മിൽ മൈതാനത്ത് ചെറിയൊരു ഉരസൽ നടത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയൊരു ആശങ്ക സമ്മാനിക്കുകയുണ്ടായി. കളിയുടെ അവസാന സമയത്ത് ലഭിച്ച ഒരു ബോൾ നോഹ് അടിച്ചത് ചെന്നൈയുടെ ഗോൾ പോസ്റ്റിന് മുകളിലൂടെ പറന്നുപോയി. ലൂണയും പണ്ഡിതയും ആ സമയത്ത് അവിടെ അവൈലബിൾ ആയിരുന്നു. നോഹിന് വേണമെങ്കിൽ ആർക്കെങ്കിലും പാസ് കൊടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഗോൾ ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ നോഹിന്റെ ഈ സെൽഫിഷ് പ്ലേ ലൂണയ്ക്ക് പിടിച്ചില്ല. ലൂണ അതിനോട് നോഹിനോട് ദേഷ്യപ്പെട്ടു. നോഹും റിയാക്ട് ചെയ്തു. എന്നാൽ പണ്ഡിതയൊക്കെ വന്ന് പെട്ടെന്ന് അവരെ പിടിച്ചു മാറ്റിയതുകൊണ്ട് അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോയില്ല. ഇതാണ് സംഭവിച്ചത്. മൈതാനത്ത് നോസദോയ് മികച്ച പ്രകടനം നടത്തുമ്പോഴും സെൽഫിഷ് പ്ലെയർ ആണെന്നൊരു ചീത്തപ്പേര് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നോഹിനെ കൂടാതെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് മികച്ച ടീം ഗെയിം തന്നെയാണ് കാഴ്ചവെച്ചത്. മത്സരത്തിന് ശേഷം എല്ലാവരും വിജയത്തിൽ മതിമറന്ന് ആഘോഷിച്ചപ്പോൾ നോഹ് അധികം ആഘോഷങ്ങൾക്കൊന്നും മുതിരാതെ നിൽക്കുന്നതും കണ്ടു. എന്തായാലും ഇവരുടെ ഈ പ്രശ്നം അവർ തന്നെ പറഞ്ഞു തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.